ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. വയനാട് വാഗേരി സിസിയിൽ വീണ്ടും കടുവ ഇറങ്ങി. വർഗീസ് എന്ന കർഷകന്റെ ആടിനെ കൊന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മറ്റൊരു കർഷകന്റെ പശുവിനെയും കടുവ കൊന്ന് ഭക്ഷിച്ചിരുന്നു. സുർജിത്ത് അയ്യപ്പ സുർജിത്ത്, പ്രജീഷിന്റെ ജീവനെടുത്ത കടുവയെ പിടിച്ചതിന് പിന്നാലെയും പ്രദേശത്ത് മേഖലയിൽ ആശങ്ക ഒഴിയുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആശങ്ക ഒഴിയുന്നില്ല സുഹൈൽ, അത് തന്നെയാണ് മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പോൾ സിസിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കടുവ പിടിച്ച ആ പ്രദേശത്തിന്റെ തൊട്ടടുത്തായി ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് വീണ്ടും മറ്റൊരു കർഷകന്റെ ആടിനെ കടുവ പിടികൂടിയിരിക്കുന്നത്. വർഗീസ് എന്നു പേരുള്ള കർഷകന്റെ ആടിനെയാണ് പിടികൂടിയത്. 4 ദിവസം മുമ്പാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഞാറക്കാട്ടിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബീനാച്ചി പനമരം പ്രധാന പാതയോരത്ത് ചേർന്നുള്ള വീടുള്ള ആളുടെ തൊഴുത്തിലെത്തിയ കടുവ പശു കുട്ടിയെ പിടികൂടിയത്. ഇതേ തുടർന്ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടില്ല. വീണ്ടും ഇതേ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലായി വനം വകുപ്പ് തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും കടുവ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ആശങ്കയുണ്ട് നാട്ടുകാർക്ക്. ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് ഈ വാഗേരി മൂടക്കൊല്ലിയിൽ പ്രജീഷ് എന്ന ക്ഷീരകർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടിയിരുന്നു. അതിന്റെ ചുറ്റുവട്ടത്താണ് വീണ്ടും കടുവകളുടെ ഇത്തരത്തിലുള്ള സാന്നിധ്യം പ്രത്യക്ഷ രൂപത്തിൽ തന്നെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ഇത്തരത്തിൽ കന്നുകാലികളെ ഉൾപ്പെടെ പിടിച്ചു കൊല്ലുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ക്യാമറ ട്രാപ്പിലടക്കം കൃത്യമായ രീതിയിൽ തന്നെ ഈ കടുവയുടെ ദൃശ്യങ്ങൾ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടിലൊന്നും കടുവ കുടുങ്ങുന്നില്ല. ഇരയെ വെച്ചുകൊണ്ട് തന്നെ കടുവയെ ആകർഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഏതാണ്ട് ഈ പ്രജീഷിന്റെ ജീവനെടുത്ത 5 കിലോമീറ്റർ ചുറ്റളവിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ശേഷം സിസിയിൽ സുരേന്ദ്രൻ എന്ന കർഷകന്റെ വീട്ടിൽ കിടാരിയെ പിടികൂടിയ അതേ സ്ഥലത്തിന്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്താണ് വർഗീസ് എന്ന കർഷകന്റെ വീടിന്റെ തൊഴുത്തിലെത്തിയ കടുവ ആടിനെ പിടികൂടിയിരിക്കുന്നത്. ആശങ്കയിലാണ്, വലിയ രീതിയിലുള്ള ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ശരി, സധൈര്യം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു സിസിക്കാരുടെ ജീവിതം. വീണ്ടും വാഗേരി സിസിയിൽ കടുവ ഇറങ്ങിയെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് നൽകിയത്.